പൂക്കോട്ടൂർ കാക്ക നിങ്ങള് ഗ്രൗണ്ടിൽ ഇങ്ങോട്ട് ഇറങ്ങി കളി തുടങ്ങി. നമ്മളാ നൂർബീനെത്താത്തൊരു ഗോൾ അടിച്ചു. തിരിച്ചങ്ങിട്ടൊരു ഗോൾ അടിക്കി. നിങ്ങളൊരു ഗോളിന് തോറ്റിരിക്കുകയാണ്. നിങ്ങൾ അനൗൺസ് ചെയ്തിട്ട് കാര്യമില്ല. അനൗൺസ് ഞാൻ ചെയ്തോളാം. ജിംഖാന തൃശ്ശൂരും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിലുള്ള എന്തായാലും കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ചില വാളുകളിൽ, ചില പേജുകളിൽ ഒരു മെസ്സേജ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് വേൾഡ് സമസ്ത സർക്കിൾ എന്ന് പറയുന്ന ചില ഹുദവികൾ നടത്തുന്ന ഒരു പേജിലാണ്. ഷജറകളുടെ സ്വന്തം നൂർബിനത്ത, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തിടും ഇത്തയെ, മാനന്തവാടി ഫൈസി ആൻഡ് ടീം സെറ്റ്, നൂർബിനത്തയെ പിരികേറ്റി വിട്ടത് ഇപ്പോൾ ആരാണ് എന്ന് ആർക്കും സംശയം ഒന്നും ഇല്ലല്ലോ അല്ലേ എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് കണ്ടിട്ട് ഞാൻ കുറേ ചിരിച്ചു കേട്ടോ. കാരണം നമ്മുടെ വിഷയം ഇവർ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും സംഘടനയിൽ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കുക അല്ലെങ്കിൽ പാർട്ടിയിൽ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നതല്ല. മറിച്ച് കാര്യങ്ങൾ അതിൻ്റെ യഥാവിധി പറയുക എന്നുള്ളത് നമ്മൾ ചെയ്യും. ഇതുപോലെ ഇത്രയും ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് കയറിയിട്ട് ഇതുപോലെ രണ്ട് ചേരിയാക്കാനുള്ള കഴിവൊന്നും പ്രിയപ്പെട്ട സ്വാഭികളെ, നളന്തകളെ ഞങ്ങൾക്കില്ല. അതാദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഹുദവികളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പേജിൽ ഇത്രയും ബാലിശമായ അല്ലെങ്കിൽ തരം താഴ്ന്ന മെസ്സേജുകളൊക്കെ ഇടുന്നത് എത്രത്തോളം നിങ്ങൾ അപഹാസ്യരാവുകയാണ് അതുകൊണ്ട് എന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. മറ്റൊരു രസകരമായിരിക്കുന്ന കാര്യം, രസകരമല്ല, ഇതിലല്പം യാഥാർത്ഥ്യവുമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മുഹമ്മദ് സാലിഹ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ലീഗിൻ്റെ സൈബർ പോരാളിയാണ്, ഉറച്ച ലീഗുകാരനാണ്. ഇയാളെക്കാട്ടിയും വലിയ ലീഗുകാരനെ ഇനി തപ്പി നടക്കേണ്ട, അത്രയും കട്ട ലീഗാണ്. ഓൻ്റെ പോസ്റ്റാട്ടോ. ഈ കോക്കസ് അത്ര നിസ്സാരമല്ല. ഇന്ന് നൂർബിന ഉയർത്തുന്നതിനേക്കാൾ വൻ ദുരന്തമുണ്ടാക്കുന്ന വെല്ലുവിളി വിവാദ ഹരിതകൾ ഭാവിയിൽ ഈ പാർട്ടിക്ക് ഉണ്ടാക്കും. വിവാദ ഹരിതകൾ വെറുമൊരു ടൂളാണ്. അതിൻ്റെ കാണാച്ചരടിൻ്റെ അറ്റം തലപ്പാവ് ധരിച്ച ഒരു മൗദൂദിയുടെ കയ്യിലാണ്. അപ്പോൾ തലപ്പാവ് ധരിച്ച മൗദൂദിയുടെ കയ്യിലാണത്രേ ഈ ഹരിതകളുടെ, അതായത് വിവാദ ഹരിതകളുടെ കടിഞ്ഞാണുള്ളത്. ആരാണ് തലപ്പാവ് ധരിച്ച മൗദൂദി എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്ത വരി വായിക്കും മനസ്സിലാവും. സമസ്തയെ കുരുതി കൊടുത്ത പോലെ ലീഗും അയാൾ ചിന്ന ഭിന്നമാക്കും. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ തലപ്പാവ് ധരിച്ച മൗദൂദി ആരാണെന്ന്. അപ്പോൾ ഈ പറഞ്ഞത് ഇതിന് പിന്നെയും കുറച്ചൊക്കെ ഒരു എവിഡൻസ് ഉണ്ട്. കാരണം ഈ ഹരിത വിവാദം ഉണ്ടായ സമയത്ത് കുറച്ച് സ്ക്രീൻഷോട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഹരിതയ്ക്ക് കൊടുക്കാനുള്ള കത്തുണ്ടാക്കി കൊടുത്തതും അത് എങ്ങനെ ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തതും ഒക്കെ ഒരു വാഫിയാണ്, നിഷാൻ വാഫി എന്ന് പറയുന്ന പരപ്പനാടിക്കാരനായ ഒരു വാഫി. ഈ വാഫിൻ്റെ സ്ക്രീൻഷോട്ടും മറ്റുമൊക്കെ ഇന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ അവൈലബിളാണ്. അത് അവർ പിടിച്ചതുമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ സ്ഥാനങ്ങളിലൊക്കെ നീക്കിയെന്നൊക്കെ അറിയാൻ സാധിച്ചു. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയണം, മതവിഷയങ്ങളിൽ കടന്നുകയറിയ അഭിപ്രായ പ്രകടനം, പാർട്ടിയെ വെല്ലുവിളിക്കൽ മുതൽ പാണക്കാട് അവഹേളനം വരെ അന്നും ചർച്ചയാകും. പാർട്ടി ഈ പ്രതിസന്ധി തരണം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മുഹമ്മദ് സാലിഹ് തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നോക്ക് നിങ്ങൾ, ഇതൊക്കെ പറയുന്നത് ഷജറകളല്ല, ഉറച്ച ലീഗുകാരനാണ്. ഇവനെക്കാട്ടിയും വലിയൊരു ലീഗുകാരൻ ദുന്യാവിൻ്റെ പുറത്ത് വേറെ ഉണ്ടാവില്ല. അത്രയും ഉറച്ച ലീഗുകാരനാണ് ഈ പറയുന്നത് ഒരു സമസ്തക്കാരനാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ നിലവിൽ പാർട്ടിയിലുള്ള പ്രതിസന്ധി, അല്ലെങ്കിൽ ആരൊക്കെ പാർട്ടി തകർക്കും, ആരൊക്കെ പാർട്ടിയെ ഛിന്ന ഭിന്നമാക്കും, ഈ തകർക്കുന്ന ആളുകളുടെ കടിഞ്ഞാണ് ആരാണ് പിടിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ലീഗുകാർ തന്നെ പറയുന്നുണ്ട്. അതൊന്നും ഷജറകളുടെ തലയിലേക്ക് അല്ലെങ്കിൽ സമസ്തക്കാരുടെ തലയിലേക്ക് കെട്ടിവെക്കണ്ട. നിങ്ങൾ ചെയ്തതുപോലെ ഒരിക്കലും ഞങ്ങൾ ചെയ്യൂല. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തിന് ഒപ്പം നിന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല, അതിനെ കൊഞ്ഞനം കുത്തി പരസ്യമായിട്ട് വെല്ലുവിളിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലും
ഓൺലൈനിലും ഓഫ്ലൈനിലും നിങ്ങൾ അവർക്ക് കൂട്ടുനിന്ന് സമസ്തയെ വെല്ലുവിളിച്ചത് ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുപോലെ ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല. ഈ സമസ്തയുടെ നിരവധി പ്രവർത്തകന്മാർ, അവർക്കൊക്കെ വ്യക്തിപരമായ രാഷ്ട്രീയങ്ങളുണ്ട്. നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങൾ ഷജറകൾ എന്ന് വിളിക്കുന്ന ആളുകൾ തന്നെ അവരുടെ സ്റ്റാറ്റസുകളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഇനി നാളെയുമൊക്കെ ആയിട്ട് അവരുടെ സ്റ്റാറ്റസുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. അവരൊക്കെ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും പാർട്ടിക്കുള്ളിൽ കയറിയിട്ടൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ചിത്രത ഉണ്ടാക്കുക, ഇതൊന്നും ഞങ്ങളുടെ അജണ്ടയല്ല. ഞങ്ങളുടെ അജണ്ട എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ സംരക്ഷണമാണ്. അത് ഇവിടെ സംരക്ഷിക്കുന്ന സമസ്തയാണ് എന്ന നിലയ്ക്ക് സമസ്തക്കെതിരെ വരുന്ന ആരോപണങ്ങളെയും അധിക്ഷേപങ്ങളെയും ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യും. അതുമാത്രമാണ് ചെയ്യുന്നത്. അത് ഏത് വലിയവനാണെങ്കിലും ശരി, അത് ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഞങ്ങൾക്ക് കഴിയുന്നത് പോലെ ഞങ്ങളത് ഡിഫെൻഡ് ചെയ്യും. ഇതുമാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഉദവിക്കുഞ്ഞാടുകളെ മാനന്തവാടി ഫൈസിയും ആൻഡ് ടീമും സെറ്റായി നൂർബിനത്തെ കളത്തിലിറക്കിയിട്ടില്ല. അതിന് മാത്രമുള്ള കെൽപ്പൊന്നും കഴിവൊന്നും അല്ലെങ്കിൽ അതിന് മാത്രമുള്ള ആക്സസ് ഒന്നും ഞങ്ങൾക്കില്ല. വെറുതെ ചിരിപ്പിക്കരുത് നിങ്ങൾ. വെറുതെ സ്വന്തം വില കളഞ്ഞ് അപഹാസ്യരാവരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.